നമസ്കാരം, ഞാൻ ജിയ. ബെസ്റ്റ് എൻവയൺമെന്റൽ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ആദച്ചായി എന്ന മൂവിയുടെ ടീം മെമ്പേഴ്സ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. അമൃത സച്ചിൻ ഈ സിനിമയിൽ ശക്തമായിട്ട് ഒരു ക്യാരക്ടറാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ഞാനൊരു സിനിമ നടനൊന്നുമല്ല, പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സിനിമയിൽ എനിക്ക് താങ്ങാവുന്ന ഒരു ശക്തനായ ഒരു കഥാപാത്രത്തെ എനിക്ക് ഡയറക്ടർ അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സിനിമയോടുള്ള അല്ലെങ്കിൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ ദർശനത്തോടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ടാണ് ഞാൻ ഈ സിനിമയെ സ്നേഹിക്കുന്നത്. ആദിച്ചായി എന്ന സിനിമ കേരള സമൂഹം രണ്ടു കൈ നീട്ടി സ്വീകരിക്കുകയും അതിനെ എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയുള്ള ഒരു സിനിമയാണ്. ഒരു സന്ദേശത്തെ കൺവേ ചെയ്യുന്ന സിനിമ എന്നുള്ള നിലയിലാണ് ആദിച്ചായുടെ പ്രസക്തി. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. ഒരു വലിയ നടനായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത്, ഈ സിനിമയുടെ ഭാഗമാകാൻ എന്നുള്ളതിലാണ് അഭിമാനിക്കുന്നത്. സിനിമ ഇന്നൊരു കമ്പോളത്തിലെ വ്യവസായം മാത്രമായി നിർത്തുകയും അതിൻ്റെ സന്ദേശ മൂല്യങ്ങൾ ഇല്ലാതെയാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തിന് ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി വരുന്ന ചില ബോധ്യങ്ങൾ ഈ സിനിമയിലൂടെ ആളുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നു. ജീവൻ നിലനിൽക്കണമെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കണം, പ്രകൃതി നിലനിൽക്കണം, ഈ ആവാസാവസ്ഥ നിലനിൽക്കണം. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുട്ടനാടും മലനാടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഈ കാർഷിക മേഖലയിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധി ഒരു വശത്ത്, വ്യവസായം അല്ലെങ്കിൽ വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഒരു വശത്ത്, ഇവിടെ പ്രകൃതി പീഡിപ്പിക്കപ്പെടുകയാണ്. ഈ പീഡിപ്പിക്കപ്പെടുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു ആവേശമാണ് വാസ്തവത്തിൽ ഈ സിനിമ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഈ സിനിമയെ വാസ്തവത്തിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു പ്രപഞ്ചബോധത്തെ അല്ലെങ്കിൽ ജീവന്റെ ബോധത്തെ ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് കൺവേ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് സന്തോഷം. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ ആദച്ചായ മൂവിയുടെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ ഇനിയും ആദച്ചായ മൂവിക്ക് വിജയങ്ങൾ ആശംസിക്കുന്നു. മല്ലപ്പള്ളിയിലെ ഊർ എക്സ്പീരിയൻസിൽ നിന്നും ജിയ.